ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ. ദൈവമേ, അങ്ങയുടെ വചനം കേൾപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ അടിയനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേൾക്കുവാൻ അങ്ങയുടെ മക്കളുടെ മനസ്സുകളെ ഒരുക്കണമേ. ഞങ്ങളുടെ ചിന്തയും പഠനവും ധ്യാനവും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം നൽകിയ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സി.വൈ. തോമസ് അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും VBSൻ്റെ എല്ലാ ചുമതലക്കാരോടും എല്ലാ സഭാജനങ്ങളോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം ടി. ഓമൻ അച്ഛൻ്റെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഒരു കൂട്ടായ്മ അനുഭവിപ്പാനും ഇന്ന് വചനം പങ്കിടുവാനും വലിയവനായ ദൈവം നൽകിയ അവസരം ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നു. തിരുവല്ലയിൽ താമസിക്കുന്ന ഓരോ ആളുകളോടും CSSMനെ കുറിച്ച് പറയേണ്ടതായ കാര്യമില്ല എന്നെനിക്ക് അറിയാം. CSSMൻ്റെ ഈ നാളുകളിലുള്ളതായ ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നിങ്ങൾ നൽകുന്നതായ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും പിന്തുണയ്ക്കുമൊക്കെ നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യട്ടെ. ഈ വർഷത്തെ VBSൽ പങ്കെടുക്കുവാൻ ലഭിച്ച നിയോഗവും ത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ VBS ആയി ഞങ്ങൾ ഗോഡ്സ് വൈഫൈ ഓൾവേസ് ഓൺലൈൻ വിത്ത് ഗോഡ് എന്നുള്ളതായ ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഓൺലൈനിലാണ് കാര്യങ്ങളെല്ലാം കൂടുതലും നടക്കുന്നത്. സന്ദേശങ്ങൾ അയക്കുന്നതും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ ഇൻ്റർനെറ്റ് കണക്ഷനും ബ്രൗസ് ചെയ്യുന്നതുമെല്ലാം കണക്റ്റ് ചെയ്യുന്നതുമെല്ലാം ഒരു വൈഫൈ മോഡത്തിലൂടെയുമൊക്കെ ഉള്ളതായ ഒരു സാഹചര്യത്തിൽ പോകുന്നു. മാത്രവുമല്ല, ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലുമൊക്കെ ഉള്ളതായ ഗിബ്ലി ട്രെൻഡും പുതിയ പുതിയ ടേമുകളും പൂക്കി വൺ മൈൻഡഡ് എന്നുള്ളതായ ടേമുകളുമൊക്കെ കുഞ്ഞുങ്ങൾ പുതുതായിട്ട് ഈ കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് തന്നെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിലാണ് ഈ ഒരു തീം ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമായിട്ട് മാറുന്നത്. ദൈവവുമായുള്ളതായ സ്ഥിരമായ ബന്ധത്തിന് എപ്പോഴും ഓൺലൈൻ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിന്തകളൊക്കെ, ഈ ദിവസങ്ങളിലുള്ള ചിന്തകളെല്ലാം മുൻപോട്ട് പോകുന്നത്. ഒരു വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക പാസ്വേഡുകൾ ഒക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴും ദൈവവുമായിട്ട് നിലനിൽക്കുന്നതായ ഒരു ബന്ധത്തെക്കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തീം എന്ന് പറയുന്നത്. ഈ ചിന്താവിഷയം ഒരിക്കലും പരാജയപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും അറ്റുപോകാത്തതായ ഒരു കണക്ഷൻ ക്രിസ്തുവുമായിട്ട് ഉണ്ടായിരിക്കണം. ആസ്പദമായി എടുത്തിരിക്കുന്ന വേദവാക്യവും സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്നതായ, തത്സമയം എന്നെയും നിങ്ങളെയും കേൾക്കുകയും അറിയുകയും കാണുകയും ചെയ്യുന്നതായ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് ഓർപ്പിക്കുക. ഓരോ കുഞ്ഞുങ്ങളോടും സർവ്വവ്യാപിയായ, എല്ലായിടത്തും ഏത് സാഹചര്യങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഞാൻ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലുമൊക്കെ ഉള്ളതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. ഒരിക്കലും ഒരു ഡെഡ് സോണുകൾ ആ ജീവിത സാഹചര്യങ്ങളിലില്ല എന്ന് പറയുന്നതായ ഒരു തീമ. അതിനെപ്പോഴും ഈ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുവാൻ ഒരു പാസ്വേഡ് ആവശ്യമാണ്. അതിന് ദൈവവചനം, ബൈബിൾ എന്നുള്ളതായ പാസ്വേഡ് അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന ക്രിസ്തു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തിങ്കിലേക്ക്, ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നാമും കർഷാനുഭവ ഞായറായിട്ട് കൊണ്ടാടുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ, ഈ നാളുകളിലുമൊക്കെ VBSന് വേണ്ടി കുഞ്ഞുങ്ങളെ അയക്കുകയും
പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുന്നതായ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. നോമ്പ് കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തിരിക്കുവാൻ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുവാൻ എന്ന് ചിന്തിക്കുന്നതായ ഈ വിഷയം ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ എരിഹോവിലൂടെ കടന്നു പോകുന്നതായ ഒരു സംഭവമാണ്. ആ യാത്രയിൽ എരിഹോവ് എന്നതായ അല്ലെങ്കിൽ ശപിക്കപ്പെട്ട സ്ഥലം എന്ന് ചരിത്രകാരന്മാരും പറയുന്നതായ ഈ സ്ഥലത്തു കൂടെ പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്നുള്ളതായ മനുഷ്യൻ വഴിയരികിൽ ഇരുന്ന് ക്രിസ്തുവിനോട് നിലവിളിക്കുന്നതായ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചേർന്ന് ചിന്തിക്കുന്ന വിഷയം കുരിശും ശിഷ്യത്വത്തിൻ്റെ നവീന മാതൃക എന്നുള്ളതാണ്. ക്രോസ് ആൻഡ് ദ ന്യൂ പാരഡൈം ടു ഡിസൈപ്പിൾഷിപ്പ്. പുതിയ ഒരു മാതൃക ഈ മനുഷ്യനിലൂടെ, ശിഷ്യത്വത്തിൻ്റെ ഒരു പുതിയ മാതൃക ഈ മനുഷ്യനിലൂടെ കാണുകയാണ്. ബർത്തിമായി എന്നുള്ളതായ മനുഷ്യൻ നമ്മളോട് ചില കാര്യങ്ങൾ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വേദഭാഗമൊന്ന് വായിക്കുമ്പോൾ, അതിന് തൊട്ട് മുമ്പുള്ള വേദഭാഗം വായിക്കുമ്പോഴും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. താൻ ഈ ലോകത്തിൽ വന്നതും താൻ ആട്ടും തുപ്പലും ഏൽക്കുവാൻ പോകുന്നതായ സംഭവമൊക്കെ വിവരിക്കുന്ന സാഹചര്യം ഇതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുന്നില്ല. അവർ എന്നാൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഇടതും വലതും ഇരിക്കുവാനുള്ളതായ സ്ഥാനം ഞങ്ങൾക്ക് നൽകണം എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നതായ ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. ബർത്തിമായി നമ്മളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. വിശ്വസ്ത ശിഷ്യത്വത്തിൻ്റെ ഒരു മാതൃക ബർത്തിമായി നമ്മുടെ മുൻപിൽ പറയുക. എ മോഡൽ ഓഫ് ഫെയ്ത്ത്ഫുൾ ഡിസൈപ്പിൾഷിപ്പ്. യാചകനായ മനുഷ്യൻ അവിടെ നിന്ന് നിലവിളിക്കുക, ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ മനുഷ്യൻ നിലവിളിക്കുക. അവൻ്റെ ആ നിലവിളികളെ ആദ്യമൊക്കെ ആളുകൾ നിരസിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുവാൻ അവനോട് പറയുന്നുണ്ട്. വീണ്ടും അവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയെ തള്ളിക്കളയാതെ ക്രിസ്തു അവനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവന് സൗഖ്യം നൽകുന്നു എന്ന് കാണുന്നുണ്ട്. ഈ നിലവിളി എന്ന് പറയുന്നത്, ഈ വഴിയരികിൽ ഇരുന്ന് ഈ മനുഷ്യൻ നിലവിളിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ചില ആളുകളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഈ മനുഷ്യൻ നിൽക്കുകയാണ്. കാരണം ചരിത്രം പറയുന്നത് യേശുക്രിസ്തു യെരുശലേമിലേക്കുള്ളതായ അല്ലെങ്കിൽ ദേവാലയത്തിലേക്കുള്ളതായ ഒരു യാത്രയിലാണ്. ഈ യാത്രയുടെ മധ്യത്തിലാണ്, ഈ ദേവാലയത്തിനോട് അടുക്കുന്നതായ വഴിയിലാണ് ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത്. ആളുകൾ കൂടുതലുള്ളതായ സ്ഥലം, അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്നുള്ളതായ ചിന്തയിൽ ഇരിക്കുകയാണ്. ഒന്ന് ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുള്ളവരായിരുന്നു. അവർക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ദാനധർമ്മങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കുരുടനായ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിർത്തതായ മനുഷ്യർ ഈ വഴിയരികിൽ ഇരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. എങ്കിൽ മാത്രം തങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ ഈ വഴിയരികിൽ ഇരുന്നേ മതിയാവുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നതായ ഒരു സാഹചര്യം. അവിടെയാണ് ഇതുവരെയുമായിട്ടും ആരും ശ്രദ്ധിക്കാത്തതായ ഈ മനുഷ്യൻ ക്രിസ്തുവിനോട് ഉറക്കെ നിലവിളിക്കുന്നത്. യേശുവേ, ഈ ശപിക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും നിനക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കും എന്നുള്ളതായ പരിപൂർണമായ വിശ്വാസം. അന്ധനായ ആ മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിനെ കേട്ട് അറിവ് മാത്രം ഉള്ളതായ ഈ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അകക്കണ്ണുകളിൽ തെളിഞ്ഞതായ ഒരു വിശ്വാസം, അവൻ്റെ അകക്കണ്ണുകളിൽ തെളിഞ്ഞതായ ആ വിശ്വാസം അവിടെയുള്ളതായ മറ്റുള്ളവരുടെ മുൻപിലുള്ളതായ അന്ധതയെ നീക്കം ചെയ്യുവാൻ പര്യാപ്തമായി മാറുകയായിരുന്നു. അവൻ്റെ അകക്കണ്ണിലുള്ള വിശ്വാസം ഓർപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള അവൻ്റെ പരിപൂർണമായ വിശ്വസ്തതയുടെ മാതൃകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവിക ഇടപെടൽ അവനിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അവിടെ കാണുവാൻ നമുക്ക് മനസ്സിലാകുന്നു. ഈ ലോകത്തിലും വ്യർത്ഥമായി നിലവിളിക്കുന്നത് പോലെ പല ആളുകളും നമ്മുടെ മുൻപിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നിലവിളിക്കുന്നുണ്ട്. അവരെ കാണുവാൻ സാധിക്കുമ്പോഴാണ്, ആ നിലവിളിക്ക് ചെവി കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ശിഷ്യത്വത്തിൻ്റെ പുതിയ മാതൃകകൾ മുൻപിലേക്ക് തുറന്ന് വരുന്നത്.
ഇവിടെ ആ മനുഷ്യൻ പറയുന്നതും അല്ലെങ്കിൽ ക്രിസ്തു മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിച്ചു കാണിക്കുന്നതും ഇങ്ങനെയുള്ളവരെയും കാണേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയൂ എന്നുള്ളതായ വിശ്വാസത്താൽ അകക്കണ്ണുകളിൽ നിന്ന് നിലവിളിച്ചതായ ബർത്തിമായിയും ഇവിടെ ഇടതും വലതും വേണമെന്ന് ആവശ്യപ്പെടുന്നതായ ശിഷ്യന്മാരും തമ്മിലുള്ളതായ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ വ്യത്യാസം അവിടെ നാം മനസ്സിലാക്കും. രണ്ടാമത്, യേശുവിനെയും കുരിശിനെയും അനുഗമിക്കുവാനുള്ളതായ ആഹ്വാനം നമുക്ക് നൽകുന്നു. ഈ നാളുകളിലൊക്കെ ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, എങ്ങനെ അനുഗമിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. നിരന്തരം യേശുവിനോട് നിലവിളിക്കുമ്പോൾ, ബർത്തിമായി നിലവിളിക്കുമ്പോൾ ആളുകൾ അവനോട് പറഞ്ഞു, മിണ്ടാതെ ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ ക്രിസ്തു അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക എന്ന് പറയുന്നു. അവനെ മുൻപിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ ആഹ്വാനം നൽകുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ആ ആഹ്വാനം നൽകിയതിന് ശേഷം അടുത്ത വാക്യം നമ്മൾ പാടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വീണ്ടും പറയുകയാണ്, എഴുന്നേൽക്കുക, ധൈര്യമായിട്ടിരിക്കുക, ക്രിസ്തു നിന്നെ വിളിക്കുന്നു. അതുവരെ അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞ ആളുകൾ ക്രിസ്തു ഇവനെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ വീണ്ടും ഈ ബർത്തിമായോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതായ ഒരു ഭാഗം. ക്രിസ്തു അവിടെ ആ മനുഷ്യനെ ശാരീരികമായൊരു സൗഖ്യം മാത്രമല്ല അവനെ നൽകുന്നത്, മറിച്ച് പുതിയൊരു ജീവിത രീതിയിലേക്ക് ക്ഷണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അവനെ വിളിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഇന്നലെ വരെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റം അവന് നൽകുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ്റെ പുറത്തെ അങ്കി വലിച്ച് എറിഞ്ഞിട്ട് മുൻപോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്, ഇന്നലെ വരെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഒരു വിളിയിൽ പുതിയ മാനങ്ങൾ കിട്ടി. ഇന്നലെ വരെ ഞാൻ സമൂഹത്തിൻ്റെ വഴിയരികിൽ ഇരുന്നവനായിരുന്നു, പാപത്താൽ നിവരുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ക്രിസ്തു എന്നെ വിളിക്കുമ്പോൾ ഇനി എനിക്ക് ഈ കുപ്പായം എനിക്ക് ആവശ്യമില്ല. ഈ പുറത്തെ എൻ്റെ ഒരു യാചകൻ എന്നുള്ളതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നതായി കുപ്പായം എനിക്കിനി ആവശ്യമില്ല. അത് ഞാൻ മാറ്റുന്നു. ഇതാ ക്രിസ്തു എന്നെ വിളിക്കുന്നു എന്നുള്ളതായ ഒരു സാഹചര്യം, ഒരു പുതിയ ആഹ്വാനം ക്രിസ്തു അവിടെ നൽകുകയാണ്. ക്രിസ്തു ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഈ ഒരു ചോദ്യം തൊട്ടു മുമ്പേയും ശിഷ്യന്മാരോടും സബദി മക്കളോടും ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? അവരോട് ചോദിച്ച അതേ ചോദ്യം വഴിയരികിലിരുന്നതായി മനുഷ്യനോടും ചോദിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പുതിയൊരു പാഠം നൽകുകയാണ്. ശിഷ്യത്വം ദാസ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ഒരു സെർവൻഹുഡിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ശിഷ്യന്മാരുടെ മുൻപിൽ ഓർപ്പിക്കുക. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കപ്പുറമായി ശുശ്രൂഷ ചെയ്യുന്ന സാഹചര്യം വേണം എന്ന് ഓർപ്പിക്കുക. റാൽഫ് ഏൾ എന്ന് പറഞ്ഞതായ മനുഷ്യൻ എഴുതിയ ഒരു വാക്കിങ്ങനെയാണ്, വൈൽ ക്രൈസ്റ്റ് വാസ് തിങ്കിങ് ഓഫ് ക്രോസ് they were thinking of crowns. His burden was marked by their blindness, his sacrifices by their selfishness. He wanted only to give, they wanted to get. His motive was service, theirs was self-satisfaction. ക്രിസ്തു ക്രൂശിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവർ കിരീടത്തെപ്പറ്റി ചിന്തിച്ചു. അവൻ്റെ വേദന അന്ധത കൊണ്ടും ത്യാഗം സ്വാർത്ഥത കൊണ്ടും അവർ താരതമ്യപ്പെടുത്തി. ക്രിസ്തുവിന് കൊടുക്കുവാനും അവർക്ക് ലഭിക്കുന്നതിലുമായിരുന്നു താല്പര്യം. ക്രിസ്തുവിന് ലക്ഷ്യം സേവനമായിരുന്നു, അവരുടേത് ആത്മസംതൃപ്തിയും. പലപ്പോഴും ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് ആത്മസംതൃപ്തി മാത്രമായിരുന്നു, ചില സ്ഥാനങ്ങൾ വേണമായിരുന്നു എന്ന് മാത്രമായിരുന്നു. എന്നാൽ അതിൻ്റെ മുൻപിൽ ക്രിസ്തു പറയുന്നു, സേവനമാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു മാതൃക എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സേവനത്തിനുള്ളതായ ഒരു മാതൃകയായിട്ട് ഈ ക്രൂശ് മാറുന്നതായിട്ട് മനസ്സിലാക്കാം. സുവിശേഷ ഭാഗങ്ങളിലും നാം വായിച്ചു കേട്ടതായ മറ്റു വേദഭാഗങ്ങളിലും എല്ലാം നമ്മളോട് പറയുന്നത് ഈ ഒരു ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും താഴ്മയുടെയും ഉള്ളതായ ഭാവം തന്നെ. കിണറുകൾ വീണ്ടും കണ്ടുപിടിക്കുവാൻ പോകുന്നതായ ഇസഹാക്കിനും പ്രയാസങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അവിടെ മറിച്ച് മല്ല് പിടിക്കുവാനോ വഴക്ക് പിടിക്കുവാനോ അല്ല ആ മനുഷ്യൻ പോകുന്നത്, ക്ഷമയോടുകൂടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വീണ്ടും തൻ്റെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തതായ ആ സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടി ആ മനുഷ്യൻ പോവുകയാണ്. അത് സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ മനോഭാവം നമ്മളോട് കാണുന്നു. ക്രൂശ് അനുഭവങ്ങളെ പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുന്നവർക്ക്
യഹോവ രഹോബത്തായി രൂപാന്തരപ്പെടുമെന്ന് ആ വേദഭാഗം നമ്മളോട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയും ഈ ബർത്തിമായും കാണിക്കുന്നതായ മാതൃക അതുതന്നെയാണ്. ആ മനുഷ്യന് സൗഖ്യം ലഭിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിച്ച് പോവുകയല്ല. ആ മനുഷ്യൻ പറയുകയാണ്, ഐ എം ഓൾസോ കമ്മിങ് വിത്ത് യു, ഞാനും നിന്നോട് കൂടെ വരുക, ഞാനും യെരുശലേമിലേക്ക് വരികയാണ്. കാരണം ഇനി മുൻപോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് ഈ ആഴ്ചകൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾക്കറിയാം, ഇനി ഹോശന്ന ഉണ്ടാകുന്നു, എല്ലാവരും ആർത്ത് വിളിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഉണ്ടാകുന്നു. ഇനി അവൻ പിടിക്കപ്പെടുകയും ആൻറ്റി നാഷണലിസ്റ്റ് എന്നുള്ളതായ മുദ്ര കുത്തപ്പെടുകയും രാജ്യദ്രോഹി എന്നുള്ളതായ മുദ്ര കുത്തപ്പെടുകയും ആട്ടും തുപ്പലും ഒക്കെ ഏറ്റ് ക്രൂശിക്കപ്പെടുവാൻ പോകുന്നതായ സാഹചര്യങ്ങളിലേക്ക് നടന്നു പോകുന്നതായ ക്രിസ്തുവിനോടൊപ്പം ഞാനും വരുന്നു എന്ന് പറയുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ദ റിയൽ പാഷൻ ഈസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്, അല്ലേ? യഥാർത്ഥ ക്രൂശിൻ്റെ അനുഭവം ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ക്രിസ്തുവെ, നിന്നോടൊപ്പം ഈ യെരുശലേമിലേക്ക് വരുവാൻ, ആട്ടും തുപ്പലും സഹനവും ഒക്കെ ഏൽക്കുവാൻ എനിക്കും ഒരുക്കമാണ്, ഞാനും വരുമാണ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനായിട്ടാണ് ബർത്തിമായെ നമ്മുടെ മുൻപിൽ കാണുന്നത്. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് ഇടതും വലതും മാത്രം മതിയെന്ന്. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പാരമ്പര്യമൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ ഏത് ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നു? പൗലൂസും പറയുന്നുണ്ട്, എനിക്ക് നല്ല പഠിത്തമുണ്ട്, അല്ലെങ്കിൽ ഗമാലിയലിൻ്റെ കീഴിൽ ഞാൻ പഠിച്ചതാണ്, എനിക്ക് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞു, അതെല്ലാം ചപ്പും ചവറുമെന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറയുന്ന പൗലൂസും നമ്മുടെ മുൻപിൽ കാണിക്കുന്നതും ഈ വലിയ മാതൃക തന്നെയാണ്. പ്രിയമുള്ളവരെ, ബർത്തിമായിക്ക് കാഴ്ച ലഭിച്ച് അവൻ ക്രിസ്തുവിനോടൊപ്പം പോയതുപോലെ ശിഷ്യത്വത്തിൻ്റെ പുതിയ മാതൃക കുരിശെടുത്ത് അവനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. മുൻപിലോട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ, ചുറ്റുപാടുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളിലുമൊക്കെ ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകുവാനുള്ളതായ സാധ്യതകൾ കൂടി വരുമ്പോൾ വിളിച്ചവൻ്റെ പുറകെ പോകുവാൻ, വിശ്വസ്തയോടുകൂടെ പോകുവാൻ നമുക്ക് സാധിക്കണം. A.G. വെൽസ് എന്ന് പറയുന്നതായ മനുഷ്യൻ, ഒത്തിരി ഫിക്ഷനൊക്കെ എഴുതിയതായ ആ മനുഷ്യൻ്റെ ജീവചരിത്രത്തിലെ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് വെൽസ് ഒരു ജന്മിയുടെ പുത്രനുമായി കളിക്കുകയായിരുന്നു. ആ ജന്മിയുടെ മകൻ ഈ വെൽസിനെ എടുത്ത് മുകളിലേക്ക് പൊക്കുകയും താഴേക്ക് വരുമ്പോൾ പിടിക്കുകയും ഒക്കെ ചെയ്യുക. ഒരു 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം താഴേക്ക് വന്നപ്പോഴത്തേക്കിന് ഈ മനുഷ്യനെ പിടിക്കുവാൻ സാധിച്ചില്ല. ഈ വെൽസ് താഴേക്ക് വീണു, അവൻ്റെ കാല് ഒടിഞ്ഞു. എന്നാൽ കുറേ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് നാൾ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം കിടക്കുമ്പോഴൊക്കെ അവൻ പറഞ്ഞു, എനിക്കൊരു നല്ല എഴുത്തുകാരനാകണമെന്നുള്ളതായ ചിന്ത അവനിൽ ഉണ്ടായി. പിന്നീട് ആ മനുഷ്യൻ വലിയ എഴുത്തുകാരനായിട്ട് മാറുകയാണ്. അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, അന്ന് എൻ്റെ കാല് ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരൻ ആവുകയില്ലായിരുന്നു. ബർത്തിമായിക്കും അന്ധതയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ അവന് സാധിക്കുകയില്ലായിരുന്നു. അവൻ്റെ അന്ധത ജീവിതത്തിലുണ്ടായതുകൊണ്ട് അവന് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ സാധിച്ചു, ദൈവത്തെ മഹത്വീകരിക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വേദനകൾ, പ്രയാസങ്ങളോ പ്രതികൂലങ്ങളുടെയോ ഒക്കെ നടുവിലും അത് നൽകുന്നത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി മാറുവാനും ശിഷ്യത്വത്തിൻ്റെ പുതിയ മാനങ്ങൾ കൈവരിക്കുവാൻ വേണ്ടിയുമാണ്. ശിഷ്യത്വത്തിൻ്റെ ഉള്ള ആഹ്വാനം ക്രിസ്തു എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകുമ്പോൾ എഴുന്നേൽക്കുവാനും പുറംകൊപ്പായത്തെ വിടുവാനും ആ ക്രിസ്തുവിനോടൊപ്പം കുരിശിലേക്ക് യാത്ര ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഇനി ഞാൻ പുതിയ സൃഷ്ടിയായിട്ട് എൻ്റെ ക്രിസ്തുവിനോടൊപ്പം ഈ കഷ്ടാനുഭവങ്ങളെ ഏൽക്കുവാൻ ഒരുക്കമുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ ഞായറാഴ്ചയും നമ്മുടെ ശിഷ്യത്വവുമൊക്കെ ഏറ്റവും ധന്യമുള്ളതായിത്തീരും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും